ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലം നഗരത്തിൽ നടപ്പാതകളുടെ നവീകരണം പൂർത്തിയാകുന്നു. ന്യൂ ബസാർ പ്രദേശത്ത് നടപ്പാതയ്ക്ക് സമാന്തരമായി റോഡിനോട് ചേർന്ന് കൈവരികളുടെ നിർമ്മാണം തുടങ്ങി. നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ ഈസ്റ്റ് ഒറ്റപ്പാലം പാലം പരിസരം വരെയാണ് നവീകരണം. ബജറ്റിൽ നിന്ന് അനുവദിക്കപ്പെട്ട 2 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി. പ്രധാന പാതയുടെ ഇരുവശത്തെയും നടപ്പാതകളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്ലാബുകൾക്ക് മുകളിൽ ഇന്റർലോക്ക് ടൈൽസ് വിരിച്ചാണ് നടപ്പാത ഒരുക്കുന്നത്. ചിലയിടങ്ങളിൽ ഇന്റർലോക്ക് ടൈൽസ് പതിച്ചു കഴിഞ്ഞു. വടക്കുഭാഗത്ത് ഈസ്റ്റ് ഒറ്റപ്പാലം വരെയും തെക്കുഭാഗത്ത് നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ നഗരസഭാ സാംസ്കാരിക നിലയം വരെയുമാണ് നടപ്പാതകൾ. കാൽനട യാത്രക്കാർ റോഡിലിറങ്ങി നടക്കുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് ക്രമീകരണം. നിലവിൽ റോഡിലിറങ്ങിയുള്ള നടത്തം അപകട ഭീഷണിക്ക് പുറമെ സുഗമമായ ഗതാഗതത്തിനും തടസ്സമാണ്. കൈവരികൾ വരുന്നതോടെ സീബ്ര ലൈനുകളിൽ കൂടി മാത്രമേ പാത കുറുകെ കടക്കാനും കഴിയൂ. സീബ്ര ലൈനുകൾക്ക് സമീപം മാത്രമേ കൈവരികൾ ഒഴിവാക്കൂ. ഇതുവഴി മാത്രമേ പുറത്തു കടക്കാനാകൂ. നവീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ചെടിച്ചട്ടികൾ സ്ഥാപിച്ച് നഗരം സൗന്ദര്യവൽക്കരിക്കാനും പദ്ധതിയുണ്ട്. PWയുടെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.